മഹേഷ് പണിക്കറുണ്ട്, ശില്പി. നമുക്ക് ശ്രീ മഹേഷ് പണിക്കർ, ഇപ്പോൾ ജയറാമിൻ്റെ വീട്ടിൽ പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ഇനിയും SITക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി ജയറാമിനെ ചോദ്യം ചെയ്തിരിക്കുന്നു, മൊഴിയെടുത്തിരിക്കുന്നു. സമാനമായി പലയിടങ്ങളിൽ ഇത്തരം പൂജ നടന്നിട്ടുണ്ടാകില്ലേ? ആ വഴിക്ക് വലിയ ധനസമാഹരണം ഈ പ്രതികൾ നടത്തിയിട്ടുണ്ടാകില്ലേ? തീർച്ചയായിട്ടും ഈ ഒരു സ്വർണ്ണക്കൊള്ളയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിനെയാണ് ഈ സ്വർണ്ണക്കൊള്ളയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് കാണിച്ചിട്ട്. കാര്യം അദ്ദേഹം ആദ്യം ആ കഥവ് കൊണ്ടുപോകുമ്പോഴും പള്ളിക്കത്തോടിലെ വണ്ടിയിനകത്ത് അദ്ദേഹം ഉണ്ട്. രണ്ടാമത് ഈ കട്ടള പാളികൾ അവര് സ്മാർട്ട് ക്രിയേഷനിൽ പൂജ ചെയ്യുമ്പോഴും ഉണ്ട്. മൂന്നാമത് ഈ ധാരപാലക പാളി അദ്ദേഹത്തിന്റെ വീടുകളിൽ വെച്ച് പൂജ ചെയ്തപ്പോഴും അദ്ദേഹം ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ അതിനകത്ത് ഭാഗമായിട്ടുണ്ട്. ഒന്നുകിൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ വെച്ചുകൊണ്ട് മറ്റ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ബ്രാൻഡ് അംബാസഡർ അവിടെ മറ്റു പലരെയും കൊണ്ടുവന്നിട്ട് അവരിൽ ത്രൂ ഒക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ, ഇതൊരു വിശ്വാസത, കാര്യം ഇതിനകത്തൊരു വിശ്വാസതയാണല്ലോ മെയിൻ ഒരു സാധനം. വിശ്വാസക്കള്ളയുമായിട്ട് ബന്ധപ്പെട്ട് ആ ജയറാമിന്റെ ഭക്തിയെ അവർ ചൂഷണം ചെയ്തിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഉറപ്പാണ്. അപ്പം അങ്ങനെ തന്നെ ഈ പറഞ്ഞ പൂജകൾ നടന്ന സ്ഥലത്ത് പോയാൽ മാത്രമേ ഈ ഒറിജിനൽ പാളി കിട്ടത്തുള്ളൂ. പിന്നെ SITയുടെ ആ ഒരു എന്താ പറയുക, ഈ പാളിയുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണവുമായിട്ട് അതിന്റെ ആ ഒരു കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട ചെമ്പുപാളി മാത്രമായിട്ട് എടുത്ത് പരിശോധിച്ചാൽ മാത്രമേ ആ ചെമ്പിന്റെ കണ്ടന്റ് വെച്ചിട്ട് രണ്ട് ചെമ്പ് ഒരിക്കലും ഒരുപോലെ ആകത്തില്ല, അത് ഉറപ്പാണ്. അപ്പം അങ്ങനത്തെ ഇവര് മൊത്തത്തിലാണ് രണ്ട് പാളികളെയും പരിശോധിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒന്നിനകത്ത് നിക്കലും ഈ അക്രലിക് പോളിമറും വന്നിരിക്കുന്നത്. ഇത് വളരെ ശ്രമകരമായ ഒരു പരിശോധനയാണ് നടക്കുന്നത് എന്നതാണല്ലോ പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങയുടെ അനുഭവത്തിൽ ഈ കാലപ്പഴക്കം നിർണ്ണയിക്കൽ അതത്ര എളുപ്പമാണോ? അത് സാധിക്കുന്ന ഒന്നാണോ? തീർച്ചയായിട്ടും. അതായത് ഈ കോപ്പർ എപ്പോഴും കോപ്പറിന്റെ 99.9 കോപ്പറാണ്, 22 ഗേജ് കോപ്പറാണ് ഈ വക പണികൾക്ക്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം ഉപയോഗിക്കുക. പക്ഷെ അതിനകത്ത് ഓരോ പ്രാവശ്യവും ഈ പറഞ്ഞ കോപ്പറിന്റെ ഇമ്പ്യൂരിറ്റി 99.9 കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, 0.01 ഇമ്പ്യൂരിറ്റീസ്. അത് ആർസനല് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കെമിക്കൽ, കുറെ മെറ്റൽ ഇതാണ് വരുന്നത്. അപ്പം അത് വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മൾ തന്നെ ഇപ്പോൾ ഈ ആഴ്ച എടുത്തു കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച വേറൊരു ലോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ലോട്ടുമായിട്ട് വ്യത്യാസമായിരിക്കും. ഇവിടെ വിജയമല്ല, 2 ടൺ കോപ്പർ ഒറ്റയടിക്കാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ 2 ടൺ കോപ്പറും ഒരേ ഇമ്പ്യൂരിറ്റി ആയിരിക്കും. രണ്ടാമത് നമ്മൾ തന്നെ കുറച്ചേരം ശ്രമിച്ചാൽ പോലും അതേ ഇമ്പ്യൂരിറ്റി മാച്ച് ചെയ്ത് വരത്തില്ല, മറ്റേ ഇമ്പ്യൂരിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കും. അത് വളരെ നമ്മൾ സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു ടെസ്റ്റ് റിസൾട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ 99.9 ഉണ്ടോ എന്നുള്ള പരിശോധിച്ചിട്ടാണ് ഇത് നമ്മൾ അവിടെ അപ്രൂവ് ആകുന്നത്. എന്നിട്ടേ നമുക്ക് അവിടെ കോപ്പർ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇവർ ഉപയോഗിച്ചിരിക്കുന്നതിനകത്ത് ഇമ്പ്യൂരിറ്റി വെച്ചിട്ട് 2 കോപ്പറിന്റെയും ഇമ്പ്യൂരിറ്റി വെച്ചിട്ട് ഇതിന്റെ താരതമ്യം വെച്ചിട്ട് ഇത് ഒന്നല്ല രണ്ടാമത് തെളിയിക്കാൻ പറ്റും, തീർച്ചയായിട്ടും തെളിയിക്കാൻ പറ്റും. പക്ഷെ ഇവർ ചെയ്തിരിക്കുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 2ന്റെയും സ്വർണ്ണം ഉൾപ്പെടെ, അതായത് മെർക്കുറി വെച്ച് വിജയമല്യ ചെയ്ത സ്വർണ്ണപ്പാളിയും ഇവര് മറ്റേ നിക്കൽ വെച്ചിട്ട് ഇവര് ആഡ് ചെയ്ത സഞ്ജീവ് ഭണ്ഡാരിയുടെ ഒക്കെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഇത് രണ്ടും ഒരേപോലെ ഉരുക്കിയിട്ട് ഒരേപോലെ അതിന്റെ കണ്ടന്റ് എടുത്തിരിക്കുകയാണ്. പക്ഷെ രണ്ടിൽ നിന്നും ഈ പറഞ്ഞ സ്വർണത്തിന്റെ ഭാഗവും മെർക്കുറിയുടെ ഭാഗവും മറ്റേതിൽ നിന്ന് സ്വർണത്തിന്റെ ഭാഗവും നിക്കലിന്റെ ഭാഗവും ഉരച്ചു മാറ്റിയിട്ട് പ്യൂർ ആയിട്ടുള്ള കോപ്പർ മാത്രം എടുത്ത് പരിശോധിച്ചാൽ ഈ 2 കോപ്പർ ഷീറ്റും ഒരു കാലത്തും ഒരുപോലെ ആകത്തില്ല. അത് വളരെ ഉറപ്പാണത്. കാര്യം അതിന്റെ ഇമ്പ്യൂരിറ്റിയുടെ കണ്ടന്റ് വെച്ചിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ VSSയിലെ അന്തിമ പരിശോധനാ ഫലം വരാത്തത് കൊണ്ട് കുറ്റപത്രം വൈകുന്ന ഒരു സ്ഥിതിയുണ്ട്. കേസിലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ SIT എത്തി നിൽക്കുന്നുമുണ്ട്. ഇനി എത്ര സമയം എടുക്കുമായിരിക്കും ഈ പരിശോധനകൾ പൂർത്തിയാക്കി കൃത്യമായൊരു റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് നൽകാൻ VSSക്ക് എത്ര സമയം കൂടി വേണ്ടി വരുമായിരിക്കുമെന്നാണ് താങ്കൾ ഈ മേഖലയിൽ നിൽക്കുന്നയാളാണല്ലോ, അങ്ങേക്ക് തോന്നുന്നത്? അല്ല, ഇതിനകത്തെ ശാസ്ത്രീയ ഫലങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന്, കാര്യം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം 4-5 ദിവസം കൊണ്ടൊക്കെ അതിന്റെ ഫലം ഞങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പൊ നമ്മൾ നേവൽ ബേസിലൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ശബരിമല നവഗ്രഹ ക്ഷേത്രത്തിനൊക്കെ നേവൽ ബേസിലാണ് അത് ചെയ്ത്. മാക്സിമം ഒരു 4-5 ദിവസങ്ങളിൽ തന്നെ അവർ ഈ പറഞ്ഞ കണ്ടന്റ് എന്താണ് അതിനകത്തെ കണ്ടന്റ് എന്നുള്ള കറക്റ്റായിട്ട് കോപ്പറിന്റെ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. പിന്നെ ഈ രണ്ടാമത് ഈ അന്വേഷണം ഈ പറഞ്ഞ ഈ പൂജകൾ നടന്ന സ്ഥലത്തൂടെ ഇപ്പൊ അവർ അന്വേഷിക്കുന്നതോടെ ജയറാമിനെയൊക്കെ അങ്ങനെയാണല്ലോ ഇപ്പൊ രണ്ടാമത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതൊക്കെ വന്നത്. അപ്പൊ ആ ഒരു രീതി പോകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഇതിന്റെ പാളികൾ തന്നെ കിട്ടും. പിന്നെ എനിക്കൊരു അഭിപ്രായം കൂടെ ഉള്ളത്, ഉറപ്പായിട്ടും ഇത് പബ്ലിഷ് ചെയ്യണം. നമ്മൾ ലുക്കൗട്ട് നോട്ടീസ് പോലെ ഇങ്ങനത്തെ പൂജകൾ എവിടെയെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ, ആരെങ്കിലും ഇവരെന്തായാലും ഇത് ഒളിച്ചും പാത്തും ആയിരിക്കത്തില്ല ഈ പൂജ അക്കാലത്ത് നടത്തിയിട്ടുള്ളത്. അപ്പൊ വളരെ വിശാലമായ അർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളിലും ഒക്കെ ഉള്ള രീതിയിലായിരിക്കും. ജയറാമിന്റെ വീട്ടിൽ നടന്ന മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതുപോലെ പല ഉന്നതരുടെയും വീട്ടിൽ ശബരിമല തന്ത്രി ഉൾപ്പെടെ പോയി പൂജ ചെയ്തു, മറ്റേ ബെല്ലാരിലൊക്കെ പോകുന്ന വഴി ബാംഗ്ലൂർ 5-6 വീടുകളിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന പല ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് ആ പൂജകൾ എവിടെയാണ് നടന്നത്, അത് ആരുടെയൊക്കെ വീടുകളിലാണ് നടന്നത്. അപ്പം അതിനെക്കുറിച്ചൊരു അന്വേഷണം ശരിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പാളി തന്നെ ധാരവാനക പാളി തന്നെ മാറ്റപ്പെട്ടു, വിശ്വാസ കച്ചവടമാണ് കാര്യം. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 400 ഗ്രാമോ 500 ഗ്രാമിനോ വേണ്ടി ഇത്ര പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഈ പറഞ്ഞൊരു കൊള്ളയ്ക്ക് കൂട്ടി നിൽക്കത്തില്ല. കാരണം എത്രയോ കോടി, 2.5 കോടിയോ 5 കോടിയോ 10 കോടിയോ പോയാൽ പോലും പരാതി പോലും പറയാത്ത ടൈപ്പ് ആൾക്കാർ
എങ്ങനെ ഈ 400 ഗ്രാമിന് വേണ്ടിയൊക്കെ ഇങ്ങനെ ഒരു മോഷണം നടത്തുന്നത് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതിന്റെ പുറത്തൊരു വിശ്വാസക്കൊള്ളയുണ്ട്. തീർച്ചയാണ് അത് കണ്ടെത്തണമെങ്കിൽ ഈ പൂജ നടന്ന സ്ഥലങ്ങളിൽ തന്നെ ഇപ്പൊ നടക്കുന്ന അന്വേഷണം കറക്റ്റാണ്. അതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളവരെല്ലാം വിശദമായിട്ട് ചോദ്യം ചെയ്യുകയും അതിന്റെ പൊരുത്തക്കേടുകൾ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അയ്യപ്പന്റെ പാളി അയ്യപ്പനെ തന്നെ തിരിച്ചു കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. ശരി, ആ പ്രതീക്ഷയാണ് വിശ്വാസികൾക്കും പൊതുസമൂഹത്തിനും ആകെയുള്ളത്. വളരെ വേഗത്തിൽ ഈ പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വേഗത്തിൽ കുറ്റപത്രവും കോടതിയിൽ സമർപ്പിക്കാൻ SIT കഴിയും. പക്ഷേ ഇപ്പോൾ പരിശോധനകൾ തുടരുകയാണ്. കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ ആവശ്യമായിരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കേസുള്ളത്. നന്ദി, ഇത്രയും കാര്യങ്ങൾ വിശദമായി താങ്കളുടെ അനുഭവ പരിജ്ഞാനത്തിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്.